ഇന്ന് ധ്യാനിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വചനമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്നെ ഏറെ സ്പർശിച്ച ഒരു തിരുവചന ഭാഗമാണിത്. അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ മിശിഹാ രഹസ്യത്തിന്റെ, രക്ഷാകര രഹസ്യത്തിന്റെ മുഴുവൻ അർത്ഥതലങ്ങളെയും ഈ വചനങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ. ഇന്നത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗത്ത് നാം കാണുന്നത് പാപത്തിലേക്കും പാപസുഖങ്ങളിലേക്കും അത്രമാത്രം ഒട്ടിച്ചേർന്നിരിക്കുന്ന എന്റെ ഈ ദാരുണ അവസ്ഥ, മറുവശത്ത് ആത്മാവിൽ ദൈവത്തിന്റെ നിയമത്തിൽ എത്തിച്ചേരാനുള്ള വാഞ്ച, ഇതിനു രണ്ടിനുമിടയിൽ നിസ്സഹായനായി കരഞ്ഞു വിളിക്കുന്ന മനുഷ്യൻ. 24-ാം വചനം, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ൽ പറയുന്ന വചനം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ പാപത്തിനടിമയായ മനുഷ്യനെ, പാപസുഖത്തെ വെറുത്തുപേക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യനു വേണ്ടി അവന്റെ രക്ഷയ്ക്കായി, അവന്റെ വീണ്ടെടുപ്പ് വിലയായി സ്വന്തം ജീവൻ നൽകുക. ഇതല്ലേ ഈശോ എനിക്കും നിനക്കും വേണ്ടി ചെയ്തത്? ഇതല്ലേ നമ്മെ നിത്യരക്ഷയ്ക്ക് യോഗ്യരാക്കുന്ന രഹസ്യം? പാപത്തിനടിമയായ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമകന്റെ, മകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്താൻ തന്റെ ജീവൻ വിലയായി നൽകിയ ഈശോ മാമോദീസായിലൂടെ എന്നെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം കൂടിയാണിത്. എന്റെ കൂടെയുള്ളവരെ, കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ, വീണ്ടെടുക്കേണ്ടത് എന്റെ ജീവനും ജീവിതവും നൽകിയാണ്. അതെ, കൂടെയുള്ളവരുടെ സങ്കടങ്ങളിൽ നിന്ന്, ഏകാന്തതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, പാപകരമായ വഴികളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ടത്, സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവരേണ്ടത് ഞാൻ അവരുടെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ടാണ്, ചെറുതായിക്കൊണ്ടാണ്. ഇങ്ങനെയുള്ളവരെ ശാസിച്ചും കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും അവഗണിച്ചും കടന്നു പോകാനാണ് എന്നിലെ മാനുഷിക പ്രവണത. എന്നാൽ തന്റെ ദുരാവസ്ഥയിൽ നിന്ന് കരകയറാനാവാതെ കഷ്ടപ്പെടുന്നവരുടെ നേരെ കരുണയുടെ കൈത്താങ്ങാകാൻ, അവരുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിക്കാൻ, പോട്ടെ സാരമില്ല എന്നെന്ന് തോളിൽ തട്ടി പറയാൻ, കാതുകളും ഹൃദയവും തുറന്ന് അവരെ ഒന്ന് കേൾക്കാൻ, ഒന്ന് കൂടെ ഇരിക്കാൻ, ഒന്ന് കൂടെ നടക്കാൻ എന്നെ ക്ഷണിക്കുന്നത് ക്രിസ്തുവാണ്. എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് മരണത്തോളം, അതേ കുരിശുമരണത്തോളം അപഹാസ്യനായി തീർന്ന് എന്റെ മോചനദ്രവ്യമായി തീർന്ന ഈശോയെ, ചെറുതാകാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ മുമ്പിലുള്ളവരേക്കാൾ, എന്റെ കൂടെയുള്ളവരേക്കാൾ ചെറുതാകാൻ, അവർക്ക് വേണ്ടി മോചനദ്രവ്യമാകാൻ എന്നെ ബലപ്പെടുത്തണമേ. ആമേൻ.